ഗുഡ് മോർണിംഗ് കൂട്ടുകാരി. ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിത് ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു സന്തോഷം നിറഞ്ഞ ദിവസമാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോവാമല്ലേ. രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിരാവിലെ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എണീറ്റിട്ടുള്ളത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിരാവിലെ എണീക്കേണ്ട ആവശ്യം നമുക്ക് വരാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയിരുന്നേ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഉണ്ടല്ലോ, യെല്ലോ കളറുള്ള ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പും, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് അതൊന്നും ഒരു കുക്കറിൽ വെച്ച് കൊടുക്കണുണ്ടേ. അപ്പോഴേക്ക് ചായയൊക്കെ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വെള്ളം ചൂടാവാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് അറിയില്ല, നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ വിളക്ക് കാണിക്കുന്ന എണ്ണയില്ലേ, ആ എണ്ണ യൂസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എള്ളെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യണത് എന്നുള്ളത്, വിളക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ നമ്മൾ ഉണ്ടെങ്കിൽ കൂടി വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല, എള്ളെണ്ണ. പിന്നെ വിളക്കെണ്ണ ഉണ്ടല്ലോ, ആ വിളക്കെണ്ണ നല്ലതാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിലൊരു കേൾവി കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിളക്കെണ്ണ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, കേട് വന്നിരിക്കുന്ന എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ എണ്ണ ഉണ്ടാക്കണത് കേട്ടോ. നമ്മൾ വിളക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വിളക്കെണ്ണ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് നല്ല എണ്ണയല്ല എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ അന്നും ഞങ്ങൾ വിളക്കെണ്ണയല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എള്ളെണ്ണ തന്നെയാണ് കേട്ടോ. പണ്ട് മുതലേ ഇവിടെ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഒക്കെ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാറുള്ളൂ കേട്ടോ. അതിന് നമ്മൾ എന്താ പറയുക, വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ എനിക്കൊരു നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വളരെയധികം ശരിയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കേട്ടു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്നുള്ളത് ഞാൻ ചോദിച്ചതായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചിലവർക്ക് അറിയില്ല, നമ്മൾ വിളക്ക് കത്തിക്കാത്തവർക്കൊന്നും അത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളെ ക്ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇതിൽ നോക്കിയിട്ട് നമുക്ക് പണി കിട്ടി എന്നുള്ളത്, അംഗനവാടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അത് ഊരിക്കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ റെഡി ആയിട്ടോ. നമ്മളത് ഊരിയെടുത്തതിന് ശേഷം ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടൻ തന്നെയാണ് അതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് അപ്പം തന്നെ നന്നാക്കിയിടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ അതേ നമ്മൾ പാൽച്ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ പാലൊക്കെ എടുത്തിട്ട് നമ്മൾ പാൽച്ചായയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മനു സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് അവൻ റെഡിയായി വന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ അവന് ഇതിങ്ങനെ എടുത്ത് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവന് ആവുന്ന സമയത്ത് അവൻ വന്നിട്ട് അങ്ങോട്ട് കഴിക്കും. ഞാൻ കുറേ എന്ത് ചെയ്യുന്നറിയോ, ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ എങ്ങനെയായാലും ഇവിടെ നടക്കില്ല. ഇവിടെ ഏട്ടനാവുന്ന സമയത്ത് ഏട്ടനോട് കഴിക്കും. മനു ആണെന്നുണ്ടെങ്കിൽ മനുവിന് തോന്നുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെയും പോകും കേട്ടോ. പിന്നെ അപ്പൂസും ഞാനും മാത്രമാണ് ഒരുമിച്ച് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് നിന്ന് തരാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് നടക്കില്ല. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടിയാവുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, അപ്പോഴേക്കും നമുക്ക് നൊസ്റ്റാൾജിയ കടന്നു വരും കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികൾ പിന്നെ അച്ഛനും ഒക്കെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കഴിക്കുകയുള്ളൂ കേട്ടോ.
അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ വീട്ടിലെത്തിയ സമയത്ത് എന്തായെന്നറിയോ, ഇവരുടെ വീട്ടിലെത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഒക്കെ കേട്ടോ. പക്ഷേ അപ്പോഴും അവരെ കിട്ടില്ല കേട്ടോ. അവർക്ക് തോന്നുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ അവർ എടുത്ത് കഴിക്കും. അവർക്ക് ആരും വിളമ്പി കൊടുക്കും വേണ്ട. എന്താ പറയുക, അവർ കഴിക്കും, എടുത്ത് കഴിച്ചിട്ട് പാത്രം കഴുകി വയ്ക്കും. അങ്ങനെ അങ്ങോട്ട് ഒരു ശീലമായതാണ് കേട്ടോ ഏട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡിന് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ അവർ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായി, നമ്മളിപ്പോൾ എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കഴിയട്ടെ, എന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാം, അല്ലെങ്കിൽ എന്നിട്ട് ഒരുമിച്ച് ചോറുണ്ണാന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നിട്ട് നമ്മൾ ഒരു പണിക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഇവരാവണ സമയത്ത് ഇവർ വന്നെടുത്ത് കഴിച്ചിട്ടുണ്ടാവും. കാത്തു നിന്ന് നമ്മൾ പൊട്ടന്മാരെയോ കേട്ടോ. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മളാ പരിപാടി നിർത്തിയതാണ്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് ആവണ സമയത്ത് നമ്മളങ്ങോട്ട് കഴിക്കും, അവർക്ക് ആവണ സമയത്ത് അവരോട് കഴിക്കും. ആ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെയോട് ശീലമായി. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ കാത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. ആവുമ്പോൾ ആവണവരങ്ങോട്ട് കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതേ കുറച്ച് വൻപയർ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമുക്കുള്ള പണി എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് വിറക് ചുക്കുവെള്ളം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ കത്തിച്ച് അങ്ങനെ എടുക്കാനുണ്ട്. അപ്പോൾ അതിലുള്ള വെണ്ണീരൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനുണ്ടോ. പിന്നെ ഇതൊക്കെ അപ്പൂസിന് അംഗനവാടിയിൽ കൊണ്ടുപോയാക്കിയതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. അവനെ അങ്ങനെ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അംഗനവാടി കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് എൻ്റെ കൂടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ വിളിച്ചു. അവൻ ഒന്നാമത് അംഗനവാടിയിൽ പോകാൻ താല്പര്യമില്ല കേട്ടോ. ഇന്ന് അവൻ അംഗനവാടി പോകുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ട്. ഞാൻ ചായ കുടിക്കാൻ നിന്ന സമയത്ത് അവന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ ഇന്ന് ഏട്ടൻ അംഗനവാടി പോകുന്ന ടൈമിൽ ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവനിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ. അവനെ കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു നോക്കിയിട്ട്, പക്ഷെ ഞാൻ എന്തായി അവനോട് ആ സമയത്ത് കൂടുതൽ നമ്മൾ അംഗനവാടീൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവനങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങനെ ചിണുങ്ങിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ അതിനുള്ള അവസരം കൊടുക്കാതെ ഞാൻ വേഗം വിഷയം മാറ്റി കുളിക്കാനുള്ളതൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം കുളിപ്പിച്ചിട്ടതിന് ശേഷം ചായ കുടിക്കാൻ നോക്കിയപ്പോൾ അപ്പോഴും വന്നില്ല. പിന്നെ ഏട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് അവൻ അവിടെ കയറി ഇരുന്നിട്ട് ഗ്രീൻ പീസിന് പകരം സോസും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കേണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു ഞാൻ ഒക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന സമയത്ത് 10:15 ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് 10:15 നമ്മൾ പോയാൽ മതി, നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, 10:30 അവിടെ എത്തിയാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈമിൽ അവന് കുറച്ച് ചപ്പാത്തി കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ 10:15 ആയപ്പോൾ ഞങ്ങൾ അംഗനവാടി പോയിട്ടോ. പിന്നെ അത് അംഗനവാടിയിൽ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആണിട്ട് നമ്മൾ വിറകൊക്കെ എടുത്തുകൊണ്ടുപോയി. വിറകൊക്കെ നാളെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചകിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഉണങ്ങിയ ചകിരി ആയതുകൊണ്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വിറക് കത്തിച്ചിട്ട് നമ്മളങ്ങനെ വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിക്കും. ആ തിളപ്പിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ നമ്മൾ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടി ഇട്ടു. ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാമേ. അപ്പോഴേക്ക് ഇന്ന് അംഗനവാടിയിൽ വൈകുന്നേരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ അടുക്കളയിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ അടുക്കളയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ഹെൽപ്പർ ഉണ്ടായിരുന്നില്ല, ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് അടുക്കളയിൽ പോയിരുന്നു. പിന്നെ ഞാനൊക്കെ പോകുന്നതിന് ശേഷം അങ്ങനെ അടുക്കളയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചൂടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലേ. പിന്നെ സാധാരണ അവിടെ ടീച്ചറും ഉണ്ടാവാറുണ്ടല്ലോ. ഒരു ടീച്ചർ ഇപ്പുറത്തും ഒരു ടീച്ചർ അപ്പുറത്തും അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇന്നും ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ വേഗം ക്ലാസ്സിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അവൻ ക്ലാസ്സിൽ പോയിട്ട് കളർ കൊടുത്തിട്ട് അവൻ കളർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ പോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിന്ന് അവനെ കൊണ്ടാക്കി അങ്ങനെ വന്നില്ലേ. പിന്നെ ഞാൻ വൈകുന്നേരം കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഇന്ന് അവിടെ 3:30 അയൽക്കൂട്ടത്തിൻ്റെ എന്നൊരു മീറ്റിംഗ് എന്തോ സംഭവമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അംഗനവാടിയിൽ വെച്ചിട്ട്. പിന്നെ നമ്മുടെ അംഗനവാടീൻ്റെ മുകളിൽ ഒരു റൂം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ അംഗനവാടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും യോഗ ക്ലാസ് അല്ലെങ്കിൽ എക്സസൈസിൻ്റെ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ജിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അംഗനവാടിയിൽ പോയ സമയത്ത് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ ഞാനും അപ്പൂസും കൂടെ അവിടേക്ക് വന്ന്, പിന്നെ വേറൊരു പാരൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മനുവിൻ്റെ സ്കൂൾ പഠിക്കുന്ന കുട്ടിയുണ്ട് കേട്ടോ അവിടെ അടുത്ത്. ആ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു കേട്ടോ, അയൽക്കൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടേക്ക് ഒന്ന് കയറിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒരു ഹാള് പോലെ അങ്ങോട്ട് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കണത് എന്നറിയില്ല. ഏതായാലും നല്ലൊരു പരിപാടി ആവട്ടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെയാണ് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അകം കിടക്കുന്ന കോലം കണ്ടില്ലേ നിങ്ങൾ, ഒക്കെ വലിച്ച് വാരിയിട്ട് അപ്പോഴേക്ക് ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അപ്പൂസ് പോയ സമയത്ത് അവൻ പറഞ്ഞില്ല, അവനിങ്ങനെ ചിടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി പിന്നെ കളിക്കണതൊന്നും അപ്പോൾ എടുത്തു വെച്ചില്ല. ഇനിയിപ്പോൾ അവന് എന്താ പറയുക സങ്കടമാക്കിയും കൊണ്ട് അങ്ങനെ വടിക്ക് വിടണ്ടെന്ന് വിചാരിച്ചിട്ട് കളിക്കണതൊക്കെ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുകയായിരുന്നു അവന് കേട്ടോ. പിന്നെ അതേ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ടൈമിൽ അവിടെ ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഞാനല്ല കേട്ടോ, അവരാണ് നടത്തുന്നത്. അപ്പോൾ അന്ന് ഒരു കലത്തപ്പം, പിന്നെ അതുപോലെ ഉണ്ട ഉണ്ടല്ലോ, അതിന് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 2, 3, 4, 5 പലഹാരങ്ങളൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് പൂരം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് നമ്മൾ പരീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്ന ഒരു ടൈമിലാണ് കേട്ടോ അവരത് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇവിടെയും വീഡിയോ അവിടെയും വീഡിയോ രണ്ടും കൂടി എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തു തരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഉള്ളതൊക്കെ ഒന്ന് നന്നാക്കിയിടായിരുന്നു. അതും നടക്കില്ല. ഇനി ഞാൻ ഫോൺ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വീഡിയോ എടുക്കണേൽ ശ്രദ്ധിക്കില്ല. അപ്പോൾ ആ ഒരു ടൈം ഞാൻ അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണിയും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ ഏതായാലും അവരവിടെ ഉണ്ടാക്കിക്കോട്ടെ, ഞാനിവിടെ എൻ്റെ പണി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ വരുന്നവരേ ഉള്ളൂ കേട്ടോ. അവനകത്തെ 3:30 നമ്മൾ 3:45 ആകുമ്പോഴേക്ക് വീട്ടിലെത്തും. അപ്പോഴേക്കും ഇതൊക്കെ വലിച്ചു വാരിയിടും കേട്ടോ. പിന്നെ ഇതാണ് ആ സ്നാക്സ് കേട്ടോ. നമ്മൾ ഒരു നുറുക്കാണ് കേട്ടോ ഇത്. കടലപ്പൊടിയും പിന്നെ കടലമാവും അതുപോലെ പച്ചരിപ്പൊടിയും ഇട്ടിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതുപോലെ കായപ്പൊടി ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ കായപ്പൊടി ഇവിടെ അപ്പൂസ് എവിടെയോ കളിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതോടെ അത് കിട്ടിയില്ല. പിന്നെ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കണ നമ്മുടെ സേവനാഴിയില്ലേ, ആ നാഴിയിൽ ഇത് ഇങ്ങനെയൊരു എന്താ പറയുക അച്ചുണ്ടല്ലോ, അതിൽ ഇങ്ങനെയൊരു ചില്ലുണ്ടല്ലോ, അതിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വക്കൊക്കെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ഇതിട്ടിട്ടാണ് ഈ നുറുക്ക് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വേണ്ട, ഇനി പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നതാണേ. പിന്നെ അതേ വൈകുന്നേരം ഞാൻ അപ്പൂസിനൊക്കെ കൊണ്ടുവന്നതിന് ശേഷം മനുവൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്നത് മനു ആണേ. അപ്പോൾ നമ്മളിവിടെ മുരിങ്ങയുടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മുരിങ്ങ ഇങ്ങനെ നമ്മൾ വെട്ടി ഇത് മാത്രം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഷീറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ മുരിങ്ങ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇത് ഇത്രയും നീളത്തിൽ പോയിട്ടുണ്ടായിരുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിത്തരാൻ പറഞ്ഞു. അങ്ങനെ അത് നമ്മൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള മുരിങ്ങയുണ്ട് കേട്ടോ. അത്രത്തോളം നമ്മളവിടെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വേഗം നന്നാക്കി കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ വേഗത ഈ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാടി പോകുന്നുണ്ട്. ഏതായാലും എൻ്റെ ചെടികളൊക്കെ പോയി എനിക്ക് മനസ്സിലായി കേട്ടോ. ഇപ്പോൾ ഏതായാലും അതെന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതേ നമ്മൾ ഈ മുരിങ്ങ അവിടെ ഊരി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. വേഗം ഇരുടാകുമ്പോഴേക്കൊക്കെ നനച്ച് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഒന്നിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. രാത്രി താളിപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പിന്നെ അതേ 2 പാത്രത്തിലാക്കിയിട്ട് 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് അങ്ങനെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണത് ഞാൻ കഴുകിയിട്ടല്ല വെക്കണത് കേട്ടോ, കഴുകാതെയാണ് വെക്കണത്. ഇനി ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിൽ കടന്നിട്ട് ഇങ്ങനെ ഒട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കണേ. പിന്നെ ഇതേ നമ്മൾ മുരിങ്ങയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ മുരിങ്ങയുടെ റെസിപ്പി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇനി ഓടിക്കും എല്ലാവരും. എനിക്ക് എല്ലാം അതിലുള്ളതാണ് കേട്ടോ ഈ മുരിങ്ങ. അപ്പോൾ ഏതായാലും ഇത് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പഠിപ്പിക്കാതെ ഞാൻ എൻ്റെ മുരിങ്ങ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ മുരിങ്ങയൊക്കെ ഇവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് കുറുകി വരാനുണ്ട് കേട്ടോ. അതുവരെ ഞാൻ വേവിക്കാറുണ്ട്.
അപ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് രാത്രി ചൂടോടെ കഴിക്കാൻ അവിടെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അത് അവിടെ ആവട്ടെ കേട്ടോ. പിന്നെ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് വറുത്തിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മുളകും കടുകൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വൻപയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ഇത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് ഇന്ന് മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അപ്പൂസിനെ വിചാരിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സോയാബീനും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ കാണാം. ബായ്.